ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയാണ്. കർത്താവിൻ്റെ പീഡാസഹനങ്ങളിലൂടെ ലോകമൊന്നാകെ കടന്നു പോകുന്ന ദിവസമാണ്. പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വന്നത് ഫുൾട്ടൻ ജേഷിൻ്റെ വാക്കുകളാണ്. Wounded Christ is the real Christ. The wounded church is the real church. Wounded Christian is the real Christian. ദുഃഖവെള്ളി കർത്താവിൻ്റെ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദുഃഖിച്ചിരിക്കാനുള്ള ദിവസമല്ല, മറിച്ച് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം ആഴത്തിൽ അനുഭവിക്കാനുള്ള ദിവസമാണ്. സ്നേഹമെന്ന വാക്ക് നിർവചിക്കാൻ പറ്റാത്ത ഒന്നാണെന്ന് നമുക്കറിയാം. കാരണം അത് അനുഭവിച്ചറിയേണ്ട യാഥാർത്ഥ്യമാണ്. സ്നേഹത്തിന് ഒരു നിർവചനം കൊടുക്കാമെന്നുണ്ടെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ തപ്പിയാൽ കിട്ടുന്ന സ്നേഹത്തിൻ്റെ നിർവചനം സ്നേഹത്തിൻ്റെ ശിഷ്യനെന്നറിയപ്പെടുന്ന യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട് തൻ്റെ സുവിശേഷത്തിലൂടെ. യോഹന്നാൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. തൻ്റെ പ്രിയപുത്രൻ്റെ രോദനങ്ങൾക്ക് മുമ്പിൽ കണ്ണടച്ച ഒരു പിതാവിൻ്റെ ചിത്രമാണ് അവിടെ. ആ പിതാവായ ദൈവം തൻ്റെ പ്രിയപുത്രൻ്റെ കരച്ചിലിന് മുമ്പിൽ മുഖം തിരിച്ചത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, തൻ്റെ ജനത്തെ പിശാചടിമത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ദുഃഖവെള്ളി പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പൂർത്തീകരണം നടന്ന ഒരു ദിവസമാണ്. രണ്ടാമതായി ദുഃഖവെള്ളി എന്ന് പറയുന്നത് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ തീരുമാനിച്ച പുത്രൻ്റെ വലിയ ആ സമർപ്പണത്തിൻ്റെ ദിവസമാണ്. പിതാവിൻ്റെ ഇഷ്ടം മറ്റൊന്നുമായിരുന്നില്ല, തൻ്റെ മകൻ്റെ ജീവസമർപ്പണത്തിലൂടെ ഈ ലോകം മുഴുവൻ രക്ഷിക്കപ്പെടണമെന്നുള്ളതാണ് പിതാവിൻ്റെ ഇഷ്ടം. അത് 100% പൂർത്തിയാക്കുന്ന പുത്രനായ ദൈവത്തിൻ്റെ അവൻ്റെ സഹനങ്ങളെ കുറിച്ച് ധ്യാനിക്കുന്ന, അവൻ്റെ സ്നേഹം അനുഭവിച്ചറിയുന്ന വലിയൊരു ദിവസമാണ് ദുഃഖവെള്ളി. ദുഃഖവെള്ളി സഹന സംസ്കാരത്തിലേക്ക് വളരാനുള്ള ക്രിസ്തുവിൻ്റെ ആഹ്വാനമാണ്. ക്രിസ്തുവിനെ അറിയാനുള്ള അളവുകോൽ സഹനമാണ്. സോറൻ കീർക്കെഗാർഡിൻ്റെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ, വൺ ഹു നോസ് ദ വൈ ഓഫ് സഫറിങ് നോസ് ദ ഹൗ ഓഫ് സഫറിങ്. എന്തിനു വേണ്ടിയാണ് താൻ സഹിക്കുന്നത് എന്നുള്ളത് അറിയാവുന്നവന് എങ്ങനെ സഹിക്കണമെന്ന് അറിയാം. ക്രിസ്തുവിൻ്റെ സഹനമെന്ന് പറയുന്നത് ആരും അടിച്ചേൽപ്പിച്ചതല്ല, അത് പിതാവായ ദൈവത്തിൻ്റെ ഹിതമാണെന്നറിഞ്ഞ് അവൻ സ്വയം ഏറ്റുവാങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ ഈ സഹനം രക്ഷാകരമായി ഭവിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ദുഃഖവെള്ളിയാഴ്ച ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ആഴപ്പെടാനും നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി മരിച്ചത് നമ്മെ രക്ഷിക്കുവാനുമെന്നുള്ള വലിയ ബോധത്തിലേക്ക് വളരാനായിട്ട് ഇടവരട്ടെ. ചരിത്രം ഈ വലിയ ദിവസത്തെ ഗുഡ് ഫ്രൈഡേ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അത് മറ്റൊന്നും കൊണ്ടുമല്ല, കാരണം നമ്മളൊക്കെ രക്ഷിക്കപ്പെടാൻ ദൈവം തിരുമനസ്സായ ദിവസമാണ് ഈ വലിയ ദിവസം. അതുകൊണ്ട് ഈ ദുഃഖവെള്ളി ദുഃഖത്തിൻ്റെ മാത്രം ദിവസമാക്കാതെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ആഴപ്പെടാനുള്ള ദിവസമാവട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും തമ്പുരാൻ്റെ കുരിശിൻ്റെ ആ വലിയ കൃപയും അനുഗ്രഹവും സംരക്ഷണം ഉണ്ടാകട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദുഃഖവെള്ളിയാഴ്ചയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.